ഹലോ ഗൈസ്, ജിതനാണ്, ഈ ഒരു സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന്. എല്ലാവരും ചെയ്യണം എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പെർമിഷനോടെ കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ സ്റ്റോറി ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാനങ്ങനെ സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയിട്ട് പോൾ ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ച് സ്റ്റോറീസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് എനിക്കത് ചെയ്യാനാണ് താല്പര്യം. അല്ലാണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞോളാം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ആഭിചാരം, കൂടോത്രം അല്ലെങ്കിൽ കൈവശം, അതേപോലെ മാരണം, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് തികച്ചും സാത്വികമായിട്ടുള്ള രീതിയല്ല. ഞാനൊരു സാത്വികമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളപ്പോൾ വിചാരിക്കേണ്ട ഈ 2026 ഇങ്ങനെയും ആളുകൾ ചെയ്തെടുക്കുന്നുണ്ടോ എന്ന്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം പലരും വിചാരിക്കും നീ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് നടന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറയും. ഇത് ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് 3500 BCക്ക് മുന്നേ ഹാരപ്പൻ സിവിലൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഇതിനെപ്പറ്റി നല്ല ഭംഗിയായിട്ട് മുനിമാരൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വേദാസ് കേട്ടിട്ടില്ലേ? നമുക്ക് 4 തരം വേദാസ് ഉണ്ട്. അതിനകത്ത് അഥർവവേദ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളിത് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പൈസ മേടിച്ചിട്ട് ഈ പറയുന്ന പരിപാടി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി. അവർക്കിത് കിട്ടില്ല, പക്ഷേ ചെയ്യാൻ പോകുന്നത് നമുക്കാണ് ഇതിൻ്റെ പരിപാടി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ കർമ്മങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയാത്തൊരു സംഭവമായതുകൊണ്ടും ഇതിനെപ്പറ്റി നല്ലോണം അറിയാവുന്നതും ഈ പറയുന്ന പോലെ ഈ മാന്ത്രിക കർമ്മങ്ങൾ എടുത്തു കളയാൻ കഴിവുള്ള ഒരാളെ എനിക്ക് റീസെൻ്റ്ലി ഞാൻ പരിചയപ്പെട്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോ ഞാൻ പുള്ളിക്കാരിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ സംഭവം. അപ്പോൾ പുള്ളിക്കാരും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ അപ്പുറത്തേക്കുന്ന എനിമീനെ അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗൂഢമായിട്ടുള്ള ക്രിയയാണ് കൂടോത്രം എന്ന് പറയുന്നത്. ചില ദുർമൂർത്തികളെ യൂസ് ചെയ്തിട്ട് അവരുടെ പവർ അതിനകത്തോട്ട് വിട്ടിട്ട് നമുക്ക് ഫുഡായിട്ട് തരുന്ന സംഭവത്തിനും കൈവശം എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചു ഈ സംഭവം നമുക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി തന്ന ഒരു മെസ്സേജാണ്. ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിക്കാരിക്ക് ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വോയിസ് ആയിട്ട് ഞാൻ ഏൽപ്പിക്കുന്നത്. ഞാൻ ആ വോയിസ് ഏൽപ്പിച്ചുതരാം. ഒരു വ്യക്തിക്ക് കൈവിഷബാധ ഏറ്റാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ചില ലക്ഷണങ്ങളുണ്ട്. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അയാളുടെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. അവരുടെ മുഖം ചില സമയങ്ങളിൽ കണ്ണിന് ചുറ്റും കരിവാളിപ്പ്, അല്ലെങ്കിൽ മുഖത്ത് പ്രസന്നത ഇല്ലായ്മ, നീര് വെച്ച പോലത്തെ അവസ്ഥ, പിന്നെ ഗ്യാസ് നിറഞ്ഞ പോലെ വയർ എപ്പോഴും ഒന്നുകിൽ വീർത്തിരിക്കുക, അല്ലെങ്കിൽ വയറിൻ്റെ ചില ഭാഗങ്ങളിൽ വയറിന് അടിവശങ്ങളിൽ എല്ലാം വേദന അനുഭവപ്പെടുക. എപ്പോഴും മോശമായ ചിന്തകൾ മാത്രമായിരിക്കും ആ വ്യക്തികളുടെ മനസ്സിലൂടെ കടന്നു പോവുക. അവർക്ക് നന്നാകണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പോലും അവർക്ക് നന്നാവാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനോ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനോ അവരെ കൊണ്ട് സാധിക്കില്ല. ആ വ്യക്തി ആരെ സ്നേഹിച്ചാലും, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിൽ ആ വ്യക്തികളിൽ നിന്നും അകലുകയോ അല്ലെങ്കിൽ ആ വ്യക്തികളായിട്ട് എപ്പോഴും വഴക്കുകൾ ഉണ്ടാവുകയോ ചെയ്യാം. ആ വ്യക്തി വേറൊരാൾക്ക് നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് അടുത്തേക്ക് ചെന്നാൽ പോലും ആ വ്യക്തി ചിന്തിക്കാത്ത രീതിയിൽ ആ വ്യക്തിക്ക്, നമ്മുടെ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മോശമായ കാര്യങ്ങളിലേക്കാവും നമ്മുടെ മനസ്സ് പോവുക. ഇത്തരം വിപരീതമായ അവസ്ഥകളിലൂടെയാണ് കൈവശം ബാധിച്ചാൽ ഒരു വ്യക്തി കടന്നു പോവുക. കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴും പുള്ളിക്കാരി ഉത്തരം പറഞ്ഞു ഇത് നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ഓഡിയോ കൂടി നിങ്ങളൊന്ന് കേട്ടോ. കൈവിഷം ബാധിച്ച ആളുകൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാം. പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരം ഉണ്ട്. പക്ഷേ അതെങ്ങനെ വേണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് അത് ഏത് വിധത്തിലുള്ള കൈവശമാണ്, ഏത് മൂർത്തിയെ കൊണ്ടാണ് ചെയ്തത്, എന്ത് വസ്തുവിനെ കൊണ്ടാണ് നമ്മൾ ആ കൈവശം അയാളുടെ ഉള്ളിൽ എത്തിച്ചത്, ഇതെല്ലാം നോക്കി അതിൻ്റെ കാലപ്പഴക്കവും അതിൻ്റെ രീതിയും ഇപ്പോൾ ആ ആളിലുണ്ടാകുന്ന ലക്ഷണങ്ങളും നോക്കി മാത്രമേ നമുക്കതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. കേട്ട് കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ട് നേരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ചെയ്തു തരാൻ പറ്റും. കാരണം നമ്മുടെ നാളും പേരും പറഞ്ഞിട്ടൊക്കെയാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും, കംപ്ലീറ്റ്ലി റിസൾട്ട് കിട്ടും. ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് പൈസ ചിലവുണ്ട്. കാരണം അപ്പുറത്ത്
നല്ല പൈസ കൊടുത്താണ് ചെയ്യുന്നത്. തിരിച്ച് ഏകദേശം അതേ പൈസയൊക്കെ തന്നെ വെക്കേണ്ടി വരും തിരിച്ച് ഇതെടുത്ത് കളയണേൽ. കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന പൂജദ്രവ്യങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് ചിലവുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മൾ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണ് ചെയ്ത് കിടക്കുന്നത്. അവരോട് പോയി പ്രതികാരം ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മളെടുത്ത് മാറ്റിയ കാര്യം ആരോടും പറയാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ, നമുക്ക് നടക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മളുള്ളിൽ വെക്കുക, ചീത്തയായ കാര്യങ്ങൾ പറയുക. പക്ഷേ നമ്മളോട് തന്നെ പറഞ്ഞു തീർക്കുക, പുറത്തോ ആരോടും പറയണ്ട. സന്തോഷം നമ്മളുള്ളിൽ തന്നെ 12 ലക്ഷം തവണയായിട്ട് കിടന്നിട്ട് ഗുണിച്ച് പോയിക്കോട്ടെ. പൊട്ട കാര്യങ്ങൾ നമ്മൾ വായിക്കരുത് ചെയ്ത് കളയുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.